ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ ഊരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇന്നൊരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിട്ട് അതെല്ലാം ടി വിയിൽ കണക്ട് ചെയ്ത് എല്ലാവരെയും കാണിച്ച് ഒക്കെ നിൽക്കുകയാണ് നവ്യ. അങ്ങനെ എല്ലാവരും ആ ഒരു നവ്യയോടുള്ള ദേഷ്യത്തിലാണെന്നും എല്ലാവർക്കും ആകെ ഇറിറ്റേഷൻ ആയെന്നും ഒക്കെ മനസ്സിലാക്കുന്ന നവ്യയ്ക്കും അതുപോലെ തന്നെ അഭിക്കും ജലജയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും തൊലി ഉരിഞ്ഞു പോകുകയാണ് കേട്ടോ. ഇത്രയും കാലം കൊണ്ട് മുത്തശ്ശൻ കെട്ടിപ്പടുത്തുയർത്തിയ ആ ഒരു പത്രാസും അന്തസ്സും ആ പൊതുസമൂഹത്തിലുള്ള മുത്തശ്ശൻ്റെ ആ ഒരു വിലയും എല്ലാം നവ്യ കളഞ്ഞു കുടിക്കുമെന്ന് തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എത്ര ശരിയാ, ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, ഇതൊക്കെ കാണേണ്ട ഒരു ഗതികേട് വരില്ലായിരുന്നല്ലോ. ജലജയും മക്കളും എന്ന് ഈ കുടുംബത്തിലേക്ക് ചവിട്ടി കയറിയോ അന്ന് മുതൽ തുടങ്ങിയതാ ഈ കുടുംബത്തിൻ്റെ നാശം. എന്നാലും തൻ്റെ തനി സ്വരൂപം മകനെയും പഠിപ്പിച്ചു. ഇപ്പം അതിനൊത്തൊരു മരുമകളും കൂടിയാണ് കയറി വന്നിരിക്കുന്നത്. എന്തായാലും കുടുംബം കുളന്തോണ്ടാൻ എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കാതെ സമാധാനമായിട്ടിരിക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം മുൻപിൽ നമുക്ക് കാണാം, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കാൻ പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്ത് സമാധാനമാണ് കേട്ടോ, എല്ലാം കൈവിട്ടു പോകുന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എതിരാളികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടി അവിടെ ചെന്ന് ആടിന് നിന്നു കൊടുത്തത്. അതും മാന്യമായ വസ്ത്രമാണെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോൾ നമ്മുടെ മുഖത്ത് കരിവാരി തേച്ച പോലെ ആയില്ലേ. പറഞ്ഞിട്ട് തർക്കുത്തരം അല്ലാതെ ഒരു ബഹുമാനം പോലും അവൾക്കുണ്ടോ? പെൺകുട്ടികളുടെ നേർക്ക് കൈ ഓങ്ങണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ കൺട്രോൾ വിട്ടുപോയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അവളുടെ അനിയത്തി തന്നെയാണോ നയനമോള്? ഇവർ ഒരു വയറ്റിൽ നിന്ന് വന്നതല്ലേ, രണ്ടും രാവും പകലും പോലെ വ്യത്യാസമാണ് അല്ലേടോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ പറയേണ്ടതുണ്ടോ, നയനമോൾ തനി തങ്കമല്ലേ, നമ്മുടെ കുടുംബത്തിൻ്റെ യശസ്സും പ്രൗഢിയും അഭിമാനം ഒക്കെ ഉയർത്താൻ വന്നവളാ. അതുപോലല്ല നവ്യ. പിന്നെ നവ്യ അധികം ചാടുവൊന്നുമില്ല. നവ്യ ഒരുപാടങ്ങ് നമ്മുടെ കുടുംബത്തെ അധിക്ഷേപിക്കാൻ നിന്ന ഞാൻ സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറയും. എനിക്ക് ഈ കുടുംബത്തിൻ്റെ സമാധാനം സന്തോഷം വലുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ, ഒരു കുഞ്ഞ് അനാഥമാകുമോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ സത്യങ്ങളിങ്ങനെ മറച്ചു വയ്ക്കുന്നത്. പക്ഷേ എൻ്റെ കൈവിട്ടു പോകുകയാണോ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങനെ എണീറ്റ് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനി മുത്തശ്ശിയുടെ അടുക്കിലേക്ക് പറഞ്ഞിട്ടുണ്ടേ, എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, നവ്യയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണോ എന്ന് പറയുമ്പോൾ, അത് തന്നെ, നമ്മുടെ സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തി കളയല്ലേ ഇപ്പം അമ്മയും മക്കളും കൂടെ ചേർന്നിട്ട്. അഭിയാണെങ്കിൽ അവൻ്റെ തോന്നിവാസത്തിന് എല്ലാം കാണിച്ചു കൂട്ടി ഇപ്പം നമ്മുടെ കുടുംബത്തിന് ക്ഷീണം വരുത്തി വെച്ചിരിക്കുക. ഇപ്പോൾ അവൻ്റെ ഭാര്യയും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതൊക്കെ എന്തുദ്ദേശിച്ചാണെന്ന് ദൈവത്തിനറിയാം എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ പല പ്ലാനുകളുണ്ട്. ഇപ്പം നമ്മുടെ മുഖത്ത് കരിവാരി തേക്കണം, നമ്മൾ സമൂഹത്തിന് മുൻപിൽ ചീത്തപ്പേര് കേൾപ്പിക്കണം, അതൊക്കെ ജലജയ്ക്കും മക്കൾക്കും ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ പണത്തിൻ്റെ പിന്നാലെ പായുന്നവൻ, അതുപോലെ ഒരുത്തേയും കൂടെ അവന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് പറയുന്നുണ്ട്, നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരോടാ നിന്നിട്ടാ നമുക്കെതിരെ അവൾ കളിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അച്ഛന് നല്ല വിഷമമായി കാണുമല്ലോ അമ്മേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ ഇല്ലാതിരിക്കുമോ, അച്ഛൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നയനയും അവിടേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, ചേച്ചിക്ക് വേണ്ടിയിട്ട് ആദ്യേട്ടൻ ഒരു ആദർശേട്ടനാണെങ്കിൽ ഒരുപാട് ത്യാഗം സഹിച്ചു, ഈ ഒരു ദുഷ്പേരും ചീത്തപ്പേരും എല്ലാം ആദർശേട്ടൻ വഹിച്ചു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിയോ വിവരമോ ബോധമോ ഒന്നും അഭിക്കും അതുപോലെ തന്നെ നവ്യേച്ചിക്കും ഒന്നും ഇല്ലാണ്ടായി പോയല്ലോ. നവ്യേച്ചി കാണിക്കുന്നതിനൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്താ മോളെ കാണിക്കുന്നത്, നീ ക്ഷമ ചോദിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമാകുമോ? അവളുടെ സ്വഭാവം നമുക്കെല്ലാം അറിയാമല്ലോ, കാര്യം നിൻ്റെ ചേച്ചിയൊക്കെ തന്നെ. പക്ഷെ അവളുടെ അതേ തൂക്കത്തിലൊന്നുമല്ല നിന്നെ കാണുന്നത്. അവൾ ചെയ്യുന്ന തെറ്റിന് അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും. മോള് അതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. ഇപ്പോൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കേണ്ട സമയമല്ലേ, നവ്യയുടെ കാര്യങ്ങളോർത്ത് മോള് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നയനയോട് പറഞ്ഞിട്ട് മോള് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് നയനെ ദേവയാനി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണേ. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ദേവയാനി, അമ്മേ, ജലജയുടെയും അതുപോലെ തന്നെ നവ്യയുടെയും ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞാലും ഞാൻ ആലോചിച്ചു പോവുകയാണമ്മേ. അതുപോലെ അവരുടെ ഓരോ കാട്ടായങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പാവം അച്ഛൻ്റെ മനസ്സും എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ദേവയാനി,
നവ്യയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ കരുതിയിട്ടാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നവ്യ തലയിൽ കയറുകയല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയും അഭിയും കട്ട പ്ലാനിങ്ങിലാണ്. നവ്യ ഇങ്ങനെ പോയാൽ കുറേ കാശ് സമ്പാദിക്കുമല്ലോടാ, എന്തായാലും നവ്യനെ നമ്മുടെ മുൻപന്തിയിൽ ഇങ്ങനെ നിർത്തണം, നമുക്ക് കാശും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും നേടിയെടുക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്തായാലും അവൾ ഇത്ര മിടിക്കാന്ന് ഞാൻ കരുതിയില്ലാമേ, എന്തിനു വേണ്ടി എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുക. പക്ഷേ എൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നൊരു കാര്യം മാത്രം അവൾ അറിയാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം അവൾ നോക്കിക്കോളും എന്ന് പറയുകയാണേ. ഈ ഒരു സമയത്ത് ജലജ പറയുന്നുണ്ട്, ആരും ആ സത്യം അറിയിക്കാതിരുന്നാൽ മതിയായിരുന്നു അവളെ, എനിക്ക് പേടി അത് മാത്രമാണ് എന്ന് പറയുമ്പോൾ അഭി പറഞ്ഞു, അങ്ങനെ ആരും ചെയ്യില്ല, നമ്മളെപ്പോലല്ലല്ലോ അവർ, അതുകൊണ്ട് അവർ ആ പരിപാടികളൊന്നും കാണിക്കില്ല. എന്തായാലും നവ്യ കുറേ സമ്പാദിക്കും. നാളെ ഒരു വലിയ ഷൂട്ടാണ് അവൾക്കുള്ളത്, വലിയൊരു ആടിൻ്റെ ഒരു ഷൂട്ടാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അതില്ല, ഇന്ന് കിട്ടിയതിൻ്റെ ഇരട്ടി പണമാണ് കിട്ടുന്നതെന്ന് അവൾ പറഞ്ഞത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, എന്തുമാത്രം കാശുകൾ വരാനിരിക്കുകയാണ് എൻ്റെ ഈ കൈകളിലേക്ക്. എടാ 50-50 ആണ് കേട്ടോ, അവൾക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ പകുതി നീ എൻ്റെ കൈകളിലേക്ക് തന്നിരിക്കണം എന്ന് പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് അഭി പറയുന്നുണ്ട്, എനിക്ക് തരുമോ ഇല്ലയോ എന്ന് ഞാനതിന് നോക്കട്ടെ, അതൊക്കെ നിനക്ക് തരും. ഇപ്പോൾ നിന്നെ അവൾ ദൈവമായിട്ടാണ് കാണുന്നത്, നീ കുറച്ച് പഞ്ചാര വാക്കുകളും ഒക്കെ പറഞ്ഞങ്ങ് സൂപ്പിട്ട് നിന്നാൽ മതി, എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിലും നമ്മുടെ നവ്യ ആണെങ്കിൽ വലിയൊരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് മുത്തശ്ശനെ വിളിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് മൂർത്തി സാർ ഈ കാണുന്നതൊക്കെ, മൂർത്തി സാറിൻ്റെയൊക്കെ കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന ആ ഒരു ജ്വല്ലറികൾക്കൊക്കെ ആഡിൽ നിൽക്കുന്നത് മൂർത്തി സാറിൻ്റെ മരുമകളാണെന്ന് അറിഞ്ഞു, ഇതൊക്കെ സത്യമാണോ, ഇതെന്താ സംഭവിച്ചത് മൂർത്തി സാറിൻ്റെ ഫാമിലിക്ക് എന്നൊക്കെ ചോദിച്ച് എല്ലാവരും നാലുപാടൊന്നും മൂർത്തിയുടെ ഫ്രണ്ട്സും ഒക്കെ വിളിക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശൻ ആകെ സഹിക്കാൻ വയ്യേ. അങ്ങനെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന നല്ലൊരു പേര് നവ്യ കാരണം കളഞ്ഞു കുടിക്കാമെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ ആകെ വിഷമത്തിലിരിക്കാതിരിക്കും കേട്ടോ. ഈ ഒരു സന്ദർഭത്തിലായിരിക്കും നയനയും കൂടെ ഒരു സംസാരത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ നവ്യയാണെങ്കിൽ നയനയാണെങ്കിൽ നവ്യയ്ക്ക് തെളിവ് സഹിതം ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് നവ്യ ഒട്ടും തന്നെ അത് വിശ്വസിക്കുന്നില്ലേ, എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അഭി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിൻ്റെ ഭർത്താവിൻ്റെ കുറ്റം എൻ്റെ ഭർത്താവിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നീ ശ്രമിക്കണ്ട, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ആദർശനായി തെറ്റ് ചെയ്തെന്ന്, പിന്നെ അവസാനം നീ ഇത് എൻ്റെ ഭർത്താവിൻ്റെ ചുമരിലേക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചിക്ക് ഒരാപത്ത് വരാതിരിക്കാൻ, ചേച്ചിക്ക് ഒരു അപകടം സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഈ സത്യങ്ങളെല്ലാം ചേച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത്, ആ പിഞ്ചു കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രം. അതുകൊണ്ടാണ് അഭി ചെയ്ത കൊടും ക്രൂരതകൾ ചേച്ചിക്ക് മുമ്പ് ഞങ്ങൾ മറച്ചു വെച്ചിട്ട് ആദർശത്തിൻ്റെ മേലിൽ ആ ഒരു പഴി ചാരിയത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നവ്യ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുകയാണ്, ഞാൻ അഭിയിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പറയുന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നയനെ നീ കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ. അഭി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് കള്ളവും പറഞ്ഞ് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്ന്. അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് നടക്കില്ല. ഇപ്പോൾ എനിക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ നല്ലൊരു വരുമാന മാർഗ്ഗമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെയും അമ്മയുടെയൊക്കെ സപ്പോർട്ടും ഉണ്ട്, പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ അതുപോലെ തന്നെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെയൊക്കെ മരുമകളാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്തായാലും എനിക്കിപ്പോൾ നല്ല നേട്ടം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും പാഴാക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് നീ നിൻ്റെ എന്നെ അവ കൈവശത്താക്കാനുള്ള അടവും കൊണ്ട് പൊയ്ക്കോ. നീ ഒന്നുമില്ലെങ്കിലും ഗർഭിണിയല്ലേ, ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം നിനക്കുണ്ടോ? നിൻ്റെ ഭർത്താവിനെ ഇപ്പോൾ ഗൾഫിലേക്ക് പോയിരിക്കുകയല്ലേ, നീ ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് നയനയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനി ചേച്ചി അനുഭവത്തിൽ വരുമ്പോൾ പഠിച്ചോളൂ, ഇപ്പം ഞാൻ തെളിവുകൾ സഹിതം ചേച്ചിയുടെ മുൻപിൽ നിർത്തി വെച്ചിരിക്കുന്നത്, ചേച്ചി വിശ്വസിക്കാതിരുന്നെങ്കിൽ ചേച്ചി നോക്കിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നയന പോകുകയാണെ. അപ്പോൾ നയന പറഞ്ഞ കാര്യങ്ങളിൽ നവ്യ ചെറുതായിട്ടൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, പിന്നെ നയനയുടെ മുൻപിൽ അത് കാണിച്ചില്ല എന്ന് മാത്രം. നയന അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നവ്യ ആകെ ടെൻഷൻ അടിച്ച് ആകെ പരിഭ്രാന്തിയിൽ നിൽക്കായിരിക്കും കേട്ടോ. ഇനി ഈ പറഞ്ഞൊക്കെ സത്യമായിരിക്കോ? അഭി അങ്ങനെയൊക്കെ ചെയ്യും, അഭിയുടെ സ്വഭാവം പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. ആദർശേട്ടൻ ഒരിക്കലും ആ ഒരു രീതിയിൽ ഇന്നേ വരെ ആദർശേട്ടന് വലിയൊരു കുറ്റവും ആരോപിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ആ ഒരു DNA റിസൾട്ടിലാണെങ്കിലും അഭിയുടെ പേരല്ലേ, ഇനി ചിലപ്പോൾ അതെന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാറ്റി തിരുത്തി എഴുതിപ്പിച്ചതാണോ? അല്ലായിരിക്കും. എൻ്റെ ഈശ്വര, എനിക്ക് എൻ്റെ സമനില തെറ്റുന്നു, ഇത്രയും ദിവസം എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുണ്ട്, എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു, ഇനി അത് തകർന്നടിയുന്ന ഒരു അവസരം വരുമോ എന്നൊക്കെ ആലോചിച്ച് നവ്യ ആകെ ഭയപ്പെട്ട് നിൽക്കായിരിക്കും കേട്ടോ.
അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന നവ്യാണെങ്കിൽ അഭിയോട് പറയുന്നുണ്ട്, അഭി നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി എൻ്റെ കുടുംബത്തെയും അതുപോലെ എൻ്റെ സഹോദരിയും എല്ലാവരും വെറുപ്പിച്ച് ഞാൻ ഓരോന്നും നിനക്ക് വേണ്ടി ചെയ്യുന്നത് അത് നിന്നോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ കൊണ്ട് മാത്രമാണ്. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിനക്ക് എന്നോട് തുറന്നു പറയാം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് അഭി ഇങ്ങനെ ചിന്തിക്കുക, ഇവളെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി സത്യം തുറന്നു പറഞ്ഞാൽ വേണ്ട, അബദ്ധമൊന്നും കാണിക്കണ്ട, ഇവളിനി എന്നെ എറിയാൻ വേണ്ടി വല്ലതും നോക്കുന്നതാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നവ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അഭി പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. കാരണം ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഞാൻ പറയാണ്, ഞാൻ നിന്നെ ഒരുപാട് ചതിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് ഒരു ഭർത്താവിൻ്റെ കടമകളൊന്നും നിനക്ക് വേണ്ടി നിർവഹിച്ച് തന്നിട്ടുമില്ല. പക്ഷേ അതൊക്കെ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു. ഇപ്പം ഞാൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഭർത്താവായിട്ടാണ് നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിനെയും അത്രയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ജീവന തുല്യം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പഴയ കാര്യങ്ങൾ ഒരുപാട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. അതെല്ലാം ഞാനിപ്പോൾ വിട്ടിട്ട് ഒരു നല്ല ഭർത്താവായിട്ട് നിൻ്റെ കൂടെ നിൽക്കുക, നിനക്ക് എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് നിൻ്റെ കാര്യങ്ങൾക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ്. കാരണം എനിക്കൊരാവശ്യം വന്നപ്പോൾ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കടപ്പാട്, ആ ഒരു സ്നേഹം, ആ ഒരു നന്ദി മരണം വരെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനിട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അഭിയുടെ ചുമലിലേക്ക് ഇങ്ങനെ തലചായ്ക്കാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ രാത്രിയാകുമ്പോഴേക്കും അഭിയാണെങ്കിൽ ഉറക്കം പറഞ്ഞേയില്ല അഭിക്ക്. കാരണം അഭിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, നവ്യ അങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും നവ്യ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, അതുകൊണ്ടായിരിക്കും നവ്യ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് നവ്യ ഉണർന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അഭി നീ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നത്, നിനക്ക് എന്താ പറ്റിയ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ എന്നോട് ഇന്ന് ചോദിച്ചില്ലേ പതിവില്ലാതെ നീ ഇതിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ, ഇനി നീ എന്താ അങ്ങനെ ചോദിച്ചത്, എന്തോ ഒരു കാരണം അതിന് പിന്നിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ നയന ഇന്ന് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നയനെ പറഞ്ഞെന്നോ? എന്ത് പറഞ്ഞു? നയന എന്താ നിന്നോട് പറഞ്ഞത്? ആരുടെ കാര്യമാണ് നിന്നോട് പറഞ്ഞത്? നവ്യെ, നിന്നോട് ഞാൻ പണ്ടേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ എന്തടവും പ്രയോഗിക്കും, എന്ത് കാര്യം പറയും, അതുകൊണ്ട് നീ അതൊന്നും വിശ്വസിക്കരുതേ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും, അഭി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. അഭി നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്ക് പേടിയാണ്, എല്ലാവരും കൂടെ എന്നിൽ നിന്ന് നിന്നെ അടർത്തുമോ എന്നൊക്കെ എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് നവ്യെ നീ അതൊന്നും വിശ്വസിക്കരുത്, അവരെന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു വെപ്രാളവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ നവ്യയ്ക്ക് ചെറിയ ഡൗട്ടുകളൊക്കെ അടിക്കാൻ കേട്ടോ. അങ്ങനെ നവ്യ ആണെങ്കിൽ അഭിയെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്, പിന്തുടരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പെട്ടെന്നൊരു അവസരത്തിലാണെങ്കിൽ അഭി ഇങ്ങനെ ഫോൺ ചെയ്യാൻ കേട്ടോ, അഭിയുടെ ആ ഒരു ഫ്രണ്ട്സിനെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, നവ്യയ്ക്ക് എന്തൊക്കെയൊക്കെയോ ഡൗട്ടുണ്ട്, നവ്യ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവരുടെ മുൻപിലൊക്കെ തല ഉയർത്തി നിൽക്കുന്നത്. നവ്യാണെങ്കിൽ എല്ലാവർക്കും ഞടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആരും മിണ്ടാതെ ഇവിടെ ഇരിക്കുന്നത്. കൈ നിറയെ കാശും കിട്ടുന്നുണ്ട്, ഇവിടുത്തെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടി അവൾ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സത്യങ്ങൾ നവ്യ അറിയരുത്. ആ അനഘനെ ഇങ്ങനെ പിഴപ്പിച്ച് ഒരു കൊച്ചുണ്ടാക്കിയത് ഞാനാണെന്നുള്ള കാര്യം അവൾ ഒരിക്കലും അറിയാൻ പാടില്ല. നവ്യ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു വഴിക്കാക്കി വെച്ചിരിക്കുക, ഇനി അത് മാറ്റാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് നവ്യയുടെ ചങ്ക് തകർത്ത് പോകുകയാണ് കേട്ടോ. നവ്യ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കുമേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നവ്യാണെങ്കിൽ ഇങ്ങനെ ആകെ തകർന്നിരിക്കുക. കാരണം തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, തൻ്റെ ഭർത്താവിനോടുള്ള വിശ്വാസം കൊണ്ട് എല്ലാവരെയും വെറുപ്പിച്ച് ഭർത്താവിന് വേണ്ടിയിട്ട് ഏതും ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവളാണല്ലോ. അതുകൊണ്ട് തന്നെ നവ്യ ആകെ സങ്കടപ്പെടുകയാണ്. തനിക്ക് ആരുമില്ല, തൻ്റെ കുഞ്ഞിനെ കൊണ്ട് താൻ ഇനി എന്ത് ചെയ്യും, ഹബി ഇത്ര നീചകനും വഞ്ചകനുമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടി കരയാണ് കേട്ടോ. എന്നിട്ട് നവ്യാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ ജീവൻ തന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യ ആകെ സങ്കടപ്പെടുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൻ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കേണ്ട, അവനെയും കൊല്ലും ഞാനും ചാകും, അത് ഞാൻ തീരുമാനിച്ചത് തന്നെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നവ്യാണെങ്കിൽ രാത്രിയിൽ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. അഭിയാണെങ്കിൽ റൂമിലേക്ക് പൊന്നേന്നൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പഞ്ചാര വാക്കുമായിട്ട് അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്താ മുത്തേ നിൻ്റെ മുഖത്ത് ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയായിരിക്കും കേട്ടോ.
ഈ ഒരു അവസരത്തിലായിരിക്കും നവ്യാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒന്നുമില്ല, ചെറിയൊരു തലവേദന, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അയ്യോ എൻ്റെ പൊന്നിന് എന്നെ പറ്റി, ഹോസ്പിറ്റലിൽ വല്ലതും പോകണം, ആ ബാമിങ് എടുത്ത് ഞാൻ പുരട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്ര ഭംഗിയായിട്ട് അവൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ എല്ലാം അവൻ്റെ അടവാണ്, എല്ലാം അവൻ്റെ അഭിനയമാണ്. ഇതുപോലെ ഞാനും ഇനി നിൻ്റെ മുൻപിൽ അഭിനയിക്കാൻ പോവുക. എടാ അഭി, നീ കരുതിയിരുന്നു, എല്ലാം ഞാൻ കണക്ക് പറഞ്ഞ് അതിനോട് പ്രതികാരം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് അഭി ഇതൊന്നും നവ്യ സത്യങ്ങൾ തിരിച്ചറിയാതെ അഭിയാണെങ്കിൽ സ്നേഹം കൊണ്ട് മൂടുകയാണ് കേട്ടോ നവ്യനെ. അങ്ങനെ പിന്നൊരവസരത്തിൽ നമ്മുടെ നവ്യാണെങ്കിൽ ആഞ്ഞടിക്കുന്നുണ്ട് അഭിനെ. കാരണം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ നിന്ന് അഭിയുടെ കുതന്ത്രങ്ങളും ചതികളും എല്ലാം നവ്യ പുറത്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനെ കൊണ്ട് തന്നെ അഭിയെ ജയിലിലാക്കിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അഭിനെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട് നവ്യ ആണെങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു ഒരു ഈ വിളക്കിൻ്റെ ഒരു ഇതുണ്ട്, ആ ഇതെടുത്ത് നമ്മുടെ അഭിയുടെ തലക്കിട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നൊക്കെ ഉണ്ട്, കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണെങ്കിലും അഭി രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടേ.